ഞാനൊരു വീഡിയോ കാണിക്കാം. അത് കാണിച്ചതിന് ശേഷം അതിൻ്റെ റിപ്ലൈ ക്ലാരിഫിക്കേഷൻ തരാം. ഇതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫേമസ് ആയൊരു താരമാണ്. താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യ റായി എന്നാണ് ഇവളുടെ വിചാരം. ഇവളുടെ ഭാവവും മട്ടും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവളൊരു ഐശ്വര്യ റായി എന്നാണ് ഇവൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇവളുടെ പഴയകാല വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവൾ ഐശ്വര്യ റായി ആണോ സാധാ ഒരു നാടൻ പെൺകുട്ടിയാണോ അല്ലേ എന്നുള്ളത്. ഞാനിപ്പോൾ ഈ വീഡിയോ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതിലെന്താണ് കാണുന്നതെന്നുള്ളത്. ഈ ജനങ്ങൾ മുഴുവനും അവളെ ആയിരിക്കില്ല നോക്കുന്നത്, വേണ്ടാത്ത ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും. ഇതെന്തിനു വേണ്ടിയാണ് ഇത് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്കിനും കമൻറ്റിനും വേണ്ടി തന്നെയാണ്. എന്നാൽ അതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ചോദിച്ചാൽ റീച്ച് ഉണ്ടായാൽ കാശ് കിട്ടും അല്ലേ. മാനം പോയാലും വേണ്ടില്ല, കാശ് ബാങ്കിൽ നിറയണം. ഇതാണ് ഇവളുമാരുടെയൊക്കെ ആവശ്യങ്ങൾ. വന്നപ്പോൾ ഇത്തിരിയേ ഉള്ളായിരുന്നു, ഇപ്പം ഇത്രയായി. എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കണം. അതിൻ്റെ റീസൺ കാശുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ളതാണ്. ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഈ ഇങ്ങനെ കാണിച്ച് ഇവളിങ്ങനെ കാണിച്ചു കൊണ്ടാണ് വന്നത്. ഈ കോസ്റ്റ്യൂം ധരിച്ചു കൊണ്ടാണ് വന്നത്. വന്നതിന് ശേഷം അവൾക്കൊരു ലജ്ജ, ഒരു നാണം. അവളൊരു പെണ്ണല്ലേ, എത്രയായാലും പെണ്ണുങ്ങൾക്കൊരു നാണവും ലജ്ജയൊക്കെ വരും. മറ്റൊരു പുരുഷൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ നോക്കി നമ്മളെ അയ്യേ അല്ലെങ്കിൽ ഇങ്ങനെ നാക്കുമ്പോൾ നമുക്കൊരു ലജ്ജ ഉണ്ടാവും. അങ്ങനെ ഉള്ളൊരു സ്ത്രീ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കരുത് അല്ലേ. പച്ചയ്ക്ക് പറഞ്ഞാൽ കാണിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ സീക്രട്ടായിട്ട് കാണിക്കുക. ഇത് കാണിക്കേണ്ടവരെ സീക്രട്ടായിട്ട് കാണിക്കേണ്ട കാര്യങ്ങളാണിത്. ഇതിപ്പോൾ പബ്ലിക്കായിട്ടാണ് കാണിക്കണം. പണ്ട് മാറുമറയ്ക്കാൻ സമരം ചെയ്തു, ഇപ്പം മാറുമറയ്ക്കണ്ട എന്ന് പറഞ്ഞാണ് സമരം ചെയ്യുന്നത്. എന്ത് നാടല്ലേ, പറയാതിരിക്കാൻ വയ്യ. വസ്ത്രധാരണയാണ് നമ്മളെ വൾഗറായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത്, മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ വൾഗറായിട്ട് വരുന്നത്. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ കാണുകയാണ് ഇതെല്ലാം. എന്താണ് ഇവളുടെ അക്കൗണ്ട് തുറന്നു കഴിഞ്ഞ് ഇവളെ ഞാൻ ഫേമസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവൾ ഓൾറെഡി ഫേമസ് ആയി. ഇനിയിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ കൂടെ പറഞ്ഞാലും ഇല്ലെങ്കിലും അവൾ ഫേമസ് തന്നെയാണ്. ഇവളുടെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ കാണാത്ത കാഴ്ചകളൊക്കെയും കാണാം, പോകാത്ത ഇടങ്ങളിലൊക്കെയും നമുക്ക് പോകാം, ആസ്വദിക്കാത്തതൊക്കെയും ആസ്വദിക്കാം, നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാത്തതെല്ലാം സാധിക്കും. അങ്ങനെ ഒരു അക്കൗണ്ടാണ് ഇത്തേടെ. കൊച്ചു കുട്ടിയൊന്നുമില്ല, കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. വാസ്തവം എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഇവൾ മാത്രമേ ഉള്ള അക്കൗണ്ടിനകത്ത് ഇവൾക്ക് ഉദ്ഘാടനം എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും ഉണ്ട്. ഇവൾ കാണിക്കുന്നതോ കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് വെളിയിൽ കാണിക്കുന്നത്. എന്നാൽ അവൾക്ക് ഉദ്ഘാടനം, അവൾക്കില്ലാത്ത ഫേമസ് ഒന്നും തന്നെ ഈ ഭൂമിയിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാതിരി കാര്യങ്ങളൊക്കെ അവൾക്ക് കിട്ടുന്നുണ്ട്. അവളിപ്പോൾ ഭയങ്കര കോടീശ്വരിയായി, കൊക്കോടീശ്വരി. ഇവിടെ ക്യാൻസറിനും എയ്ഡ്സ് രോഗത്തിനും വയറ്റിൽ കട്ടി വന്നിട്ട് യൂട്രസിൽ പ്രോബ്ലം വന്നിട്ട് അങ്ങനെ പല പല കാരണങ്ങളാൽ 1 രൂപ പോലും ഒരു ഓപ്പറേഷൻ ഇല്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. അവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് യാചിക്കുകയാണ്. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ എൻ്റെ അച്ഛന് സുഖമില്ല, അമ്മയ്ക്ക് സുഖമില്ല, ഒന്ന് ദയവായി ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് എത്രയോ കുടുംബങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഉദ്ഘാടനത്തിന് വിളിക്കുന്നത് തുണിയും ചീലയൊന്നും ഇല്ലാതെ അഭിനയിച്ച് കാണിക്കുന്ന പെണ്ണുങ്ങളെ ഉദ്ഘാടനത്തിന് വിളിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അവരെ കോടീശ്വരിയാക്കി. ഈ നാട്ടിൽ പാവപ്പെട്ട ജനങ്ങൾ ഇഷ്ടം മാതിരി. ഒന്ന് ആലോചിച്ച് നോക്കി. അവരെയൊക്കെ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല ഈ മനുഷ്യർ. തിരിഞ്ഞൊന്ന് നോക്കിയാൽ പട്ടിണി പാവങ്ങളാണ് പുറകെ നോക്കിക്കഴിഞ്ഞ് ഇഷ്ടം മാതിരി. എന്നാൽ ഇമ്മാതിരി തെമ്മാടിത്തരം കാണിക്കണം ആണിനെയും പെണ്ണിനെയും. ആണും ഉണ്ട് കേട്ടോ, ഇപ്പം പെണ്ണ് മാത്രമല്ല. പണ്ട് ആണുങ്ങൾ നല്ല ആൺകുട്ടികളുണ്ടായിരുന്നു ഒത്തിരി, ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ ആണുങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ട് ഇതുപോലെ തുണി ഉരിഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഇവന്മാർ പറയുന്നതെന്നൊന്നും അവളുമാർ കാണിക്കില്ലേ, പിന്നെ നമുക്ക് കാണിച്ചാൽ എന്താണെന്നാണ് ഇവന്മാരും ചോദിക്കുന്നത്. അത് തെറ്റല്ല. ഒരാളെ കണ്ടല്ലേ മറ്റൊരാൾ പഠിക്കുന്നത്. അങ്ങനെ പഠിക്കാമോ എന്ന് ചോദിക്കും. ഇല്ല. ഒരാൾ കണ്ട് ചാടിയാൽ നീ ചാടുമോ എന്ന് ചോദിക്കും. അങ്ങനെയൊന്നും അല്ല. എങ്കിലും ഇപ്പോൾ അങ്ങനെയാണ് പഠിക്കുന്നത്. ഒരാളെ കണ്ടാണ് മറ്റൊരാൾ പഠിക്കുന്നത്. അപ്പോൾ ആൺകുട്ടികൾ ഇതുപോലെ ആയിട്ടുണ്ട്.
എന്താണല്ലേ ഇത്? ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് കാണാൻ തോന്നുന്നത്? ഒരു സോഷ്യൽ മീഡിയ തുറന്നാൽ തുണി ഉരിഞ്ഞിട്ട വീഡിയോകളേ ഉള്ളൂ. ഒന്നും പറയണ്ട, നാടകങ്ങൾ കൊണ്ട് വയ്യ. ഇനിയിപ്പോൾ കല്യാണം കഴിയാത്തവർക്കും എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഒരു സ്ത്രീക്ക്, അല്ലെങ്കിൽ എന്തൊക്കെയാണിത്, എങ്ങനെയാണിത് എല്ലാം മനസ്സിലാക്കാം. എല്ലാം മനസ്സിലാക്കി എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു കല്യാണം കഴിച്ചൊക്കെ പോയാൽ മതി. പണ്ടൊക്കെ ആരും തൊടാത്തൊരു പെണ്ണിനെ കിട്ടണമെന്ന് വെച്ചാൽ കിട്ടുമായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പം അങ്ങനെയൊന്നും കിട്ടില്ല കേട്ടോ. ആരും കുടിക്കാത്ത ചായ ക്ലാസ്സിൽ ചായ കുടിക്കാമെന്ന് മോഹിച്ച് ഒരു ചായക്കടയിലും പോകരുത്, നിങ്ങൾക്ക് ആപത്തുണ്ടാക്കും. ആരൊക്കെയോ കുടിച്ചു, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു പോയാൽ ഓക്കെ. ഞാൻ വിശ്വസിക്കുന്നില്ല ആരും തൊടാത്ത ആണോ പെണ്ണോ ഈ ഭൂമിയിലുണ്ടെന്ന്. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, പെണ്ണുണ്ടെങ്കിലേ ആണുള്ളൂ എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് എത്ര കണ്ട് ശരിയാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പക്ഷം ചേർന്ന് ഞാൻ പറയുകയാണ്, പെണ്ണുണ്ടെങ്കിലേ ആണുള്ളൂ. ഇവന്മാർക്ക് ആഗ്രഹം തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു വികാരം വരുമ്പോൾ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവന്മാർക്ക് ഒരു പെണ്ണിനെ കാണുമ്പോൾ എന്തോ ഒക്കെ തോന്നിയിട്ട് ഒരു പെണ്ണിൻ്റെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് വേണ്ടേ? അത് മുരുക്കുമുള്ളിൽ പോയി കയറും? ഇല്ലല്ലോ. അപ്പോൾ പെണ്ണുള്ളത് കൊണ്ടാണല്ലോ അവരുടെ വികാരങ്ങൾ കൊണ്ടുവന്ന് അടച്ചു വയ്ക്കുന്നത്, അല്ലെങ്കിൽ അത് ഇറക്കിക്കളയുന്നത്. ഒരു പെണ്ണുള്ളത് കൊണ്ട് തന്നെയാണ്, ഇല്ല എന്ന് പറയത്തില്ല. പെണ്ണിനെ അങ്ങനെ അടച്ചാക്ഷേപിക്കുകയും ചെയ്യരുത്. പിന്നെ പെണ്ണിൽ കുറേ അവളുമാരുണ്ട് വളരെ വൾഗറായിട്ട് മോശമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അത് കാരണം നല്ല പെൺകുട്ടികൾക്ക് പോലും മറ്റുള്ളവർ നോക്കുമ്പോൾ ആ കണ്ണുകൊണ്ടാണ് അവരെയും കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവളുമാർ കാണിക്കുന്ന പക്ക ഇത് തൊഴിലാക്കി വെച്ചിരിക്കുന്ന വ്യക്തികളുണ്ട്. ഓക്കെ, അത് തൊഴിലാണ്, അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, അതൊരു തൊഴിലായിട്ട് അവർ കൊണ്ടുപോകുന്നു. ഓക്കെ, സമ്മതിച്ചു. ഇതങ്ങനെയല്ല. ഇതൊരു സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ടാണ്. ഒരു ഉദ്ഘാടനത്തിന് പോയാൽ പകുതി വസ്ത്രമില്ല, പിന്നെ എന്തിനാ പകുതിയും കൂടെ ഇടുന്നതെന്നാണ് എൻ്റെ ചോദ്യം. അതും കൂടെ ഇല്ലാതെ പോയാൽ പോരെ? അല്ലേ? പോകുന്ന വഴിക്ക് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. നീ ഇട്ടപ്പം നിനക്ക് കൊള്ളാമായിരുന്നു. അപ്പോൾ ആ ലെവലിലങ്ങ് പോയാൽ പോരെ? ഇട്ടപ്പം കൊള്ളാമല്ലോ, പിന്നെ പുറത്തിറങ്ങുമ്പോൾ എന്താ കുഴപ്പം? നാണോ മാനോ ഒന്നും ചിന്തിക്കരുത്. ആരെങ്കിലും നോക്കുമ്പോൾ നീ അവരുടെ കണ്ണിൽ നോക്കുന്നുണ്ടാ അവർ നിന്നെ നോക്കുന്നതായിട്ട് നിനക്ക് തോന്നുന്നത്? നീ ആരെയും നോക്കണ്ട. നീ ഉദ്ഘാടനത്തിന് പോയല്ലേ, അങ്ങ് പോയിട്ടേ ഇരിക്കുക അല്ലേ? കൊച്ചു കുട്ടികൾ മുതൽ ഇത് കാണുകയാണ്. ഇന്നത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഇതെന്താണ് അതെന്താണെന്ന്. അവർ കുറ്റം പറയാൻ പറ്റില്ല, അവരിത് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഫാമിലിയായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു റീൽസ് കാണുകയാണ്. 2-3 റീൽസ് കണ്ടു, ചിരിക്കാനും തമാശയൊക്കെ ഉണ്ട്. 3-മത്തെ റീൽസ് കാണുന്നത് വസ്ത്രമില്ലാത്ത റീൽസാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ തള്ളി കളയാൻ പറ്റും. കുട്ടികൾ കണ്ടു, പിന്നെ അതിങ്ങനെ മാറ്റിയിട്ടോ ഇങ്ങനെ താത്തിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. കണ്ടില്ലേ? ഇതാണ് കുഴപ്പം. ഇങ്ങനെയുള്ളവരെ അക്കൗണ്ട് പൂട്ടിക്കാനോ ഇവരെ ഫൈൻ അടപ്പിക്കാനോ ഇവരെ തുറങ്കിലടയ്ക്കാനോ ആളില്ല എന്നുള്ളതാണ് സത്യം. അധികാരികൾ ഇതൊന്നും കണ്ണു തുറക്കുന്നില്ല. വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ ഫൈൻ അടയ്ക്കണം, ഉടനെ അത് ചെയ്യണം, ഇത് ചെയ്യണം. എല്ലാത്തിനും കാശ് മേടിക്കുകയില്ല. അപ്പോൾ ഇതിനും കൂടെ മേടിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ളവരുടെ അക്കൗണ്ട് പൂട്ടിക്കുക, അവരുടെ ലൈസൻസ്, അവരുടെ പാൻ കാർഡ്, അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ഇതെല്ലാം ക്യാൻസൽ ചെയ്യിപ്പിക്കുക. എങ്കിലേ ഇവന്മാരും പഠിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെളിനാട്ടിൽ ചെയ്യുന്നുണ്ടോ? ഒരു തെറ്റ് ചെയ്താൽ തല വെട്ടിയെടുക്കും, കൈ വെട്ടിയെടുക്കും. അങ്ങനെ ഒരു നിയമം ഇവിടെ വരണം. ഈ അധികാരികൾ ഭരിക്കുന്ന ആൾക്കാർക്ക് കണ്ണ് തുറന്ന് ഇവർ കാണണം ഓരോ കാര്യങ്ങൾ. കുട്ടികൾ നശിക്കുന്നു, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, അങ്ങനെ ഇങ്ങനെ പീഡനം, ഇത് സെക്സ് പരമായ കാര്യങ്ങൾ, ഇങ്ങനെ പലതരത്തിൽ ഓരോ കുഞ്ഞുങ്ങൾ വരെ നശിച്ചു പോവുകയാണ്. ഇതൊന്നും ഇവരുടെ കണ്ണിൽ കാണുന്നില്ലേ? ഇവരത് ചെയ്യും, ഇത് ചെയ്യും. ഇലക്ഷനിൽ അന്ന് നിന്ന് അത് ചെയ്യാം, ഇത് ചെയ്യാം, മറ്റു ചെയ്യാം, മാട ചെയ്യാം, കോട ചെയ്യാം. എന്ത് കോടയാ? 10 പേര് പറയുന്നതിൽ ഒരാൾ സാധിക്കും. അത് ആണത്തുള്ള കുട്ടിയാണ് അത് പറയുന്ന കാര്യം ചെയ്യുന്നത്, അല്ലാതെ ഒന്നും ആണത്തുള്ളതൊന്നും അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.